ചർച്ചകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ കോഴിക്കോടേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം അങ്ങേക്കുണ്ടോ? രണ്ടാമത്തത് ഈ വയനാട് ഫണ്ട് കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ഫോളോസ് ഉണ്ടാവും. പ്രത്യേകിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ വളരെയധികം തുക അനുവദിക്കുകയും കേരളം ആവശ്യപ്പെട്ടതിൽ 11% പോലും അനുവദിക്കാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ കോഴിക്കോട് വേണമെന്നൊരു പ്രത്യേക താല്പര്യത്തിന്റെ പ്രശ്നമല്ല. കോഴിക്കോട് മാത്രമേ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ കോഴിക്കോട് മാത്രമാണ് ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള സ്ഥലം. അപ്പോ അവിടെയാണ് ഈ പറയുന്ന എയിംസ് സ്ഥാപിക്കേണ്ടത്. ആവശ്യമായ അത്രയും സ്ഥലം നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നടന്നിട്ടുള്ളത്. ഇനി അത് പരിശോധിച്ച് കൂടുതൽ എന്തെങ്കിലും വേണ്ടതുണ്ടോ അതും നൽകാൻ സന്നദ്ധമാണ്. ഒരു പ്രയാസവും അതിലുണ്ടാവില്ല. അതാണ് അതിൽ കാണേണ്ടത്. ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ വയനാട്ടിലെ സഹകരണം സംബന്ധിച്ച് തുടർ ചർച്ചകളുണ്ട്. അത് ഏതിന്? കാരണം 2221 കോടി രൂപ നമ്മൾ ആവശ്യപ്പെട്ടു, 260 കോടി രൂപ ലഭിച്ചു. അതിനുശേഷമുള്ള എന്തായിരിക്കും ഇനിയുള്ള തുടർ നടപടികൾ? അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ് ഈ കാര്യങ്ങൾ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഈ പ്രശ്നം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാൻ കാരണം. അത് പ്രധാനമന്ത്രിയുടെ അടുത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് പരിഗണിക്കാം എന്ന് തന്നെയാണ്. അപ്പൊ അത് നല്ല പ്രതികരണമായിട്ടാണ് തോന്നിയത്. നമ്മളെപ്പോഴും പ്രതീക്ഷ കൈവിടാൻ പാടില്ലല്ലോ. അല്ല, എന്റെ തീരട്ടെ. മുൻപ് നിരാശയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ പ്രതീക്ഷയോട് കൂടിയല്ലേ നമ്മൾ വീണ്ടും വീണ്ടും സമീപിച്ചുകൊണ്ടിരിക്കുക. ആ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മുമ്പ് സംസ്ഥാന ഉദ്യോഗസ്ഥരോട് ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ കേരളത്തെ ആവശ്യം കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു പിഴവ് വന്നുകൊണ്ടാണ് ഈ തുക കുറഞ്ഞു പോയി വരുന്നത്. എവിടുന്ന് കിട്ടുന്ന വിവരം വെച്ചിട്ടാ പറയുന്നത്? എവിടുന്ന് കിട്ടുന്ന വിവരം വെച്ചാ പറയുന്നത്? നമ്മളെല്ലാറ്റിനും കുറ്റം കാണാൻ വേണ്ടി പുറപ്പെടുന്നത് കേട്ടോ. നമ്മളെല്ലാരും കൂടി ആവശ്യപ്പെട്ട ആവശ്യം അത് അംഗീകരിക്കാത്തത്, അതാണ് ഇതിൽ പറ്റിയിട്ടുള്ള വീഴ്ച. അതിൽ അവതരിപ്പിക്കുന്നതിന് വീഴ്ച പറ്റിയതാണ്. ഈ കണ്ണൂര്, വയനാട് അടക്കമുള്ള ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം കൂടുതലുള്ള സ്ഥലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് കേന്ദ്രത്തിനും കേരളത്തിനിടയിൽ? അഭിപ്രായ വ്യത്യാസമല്ല, അത് അവിടുത്തെ സ്ഥിതിഗതിയിൽ ഇപ്പോൾ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ആ പുരോഗതിയുടെ ഭാഗമായി ഇനി മറ്റ് സഹായങ്ങൾ ആവശ്യമുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അത് ഈ കിടക്കുന്ന കാടിന്റെ കിടപ്പും ഭൂമിശാസ്ത്രപരമായ കിടപ്പും ഒക്കെ പരിഗണിക്കുമ്പോൾ അത് തുറന്നും സഹായിക്കേണ്ടത് തന്നെയാണെന്നാണ് കാണുന്നത്. മറ്റു അഭിപ്രായ വ്യത്യാസമില്ല. അതില് സാധാരണഗതിയിൽ ഇവര് പൂർവ്വസ്ഥിതി പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫണ്ട് കൊടുക്കാറില്ല. പക്ഷെ കേരളം വീണ്ടും ഫണ്ട് ചോദിച്ചത് അവിടെ ഇനിയും ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസത്തിന്റെ ഭീഷണി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കണ്ണൂരും വയനാടും എന്ന് പറയുന്നത് കണ്ണൂർ വയനാട് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയല്ലോ. തൊട്ടപ്പുറത്ത് കിടക്കുന്ന കാടുകളുണ്ടല്ലോ, ആ കാടുകളിലൂടെയാണല്ലോ ഇവർ പലപ്പോഴും ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അല്ലാതെ ഇവിടെയുള്ള എക്സ്ട്രീമിസ്റ്റ് എല്ലാവരും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു സാധ്യത ഇപ്പോഴും നിലവിലില്ലേ എന്നതാണ് സംശയിക്കുന്നത്. അതാണ് പ്രശ്നം. അങ്ങയുടെ വിദേശ യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുമതി ലഭിച്ചിട്ടില്ല എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അത് ഈ ചർച്ചകളിൽ എവിടെയെങ്കിലും എപ്പോഴും നമ്മുടെ ശുഭപ്രതീക്ഷയല്ലേ വെക്കേണ്ടത്. ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് ശരിയാണ്. അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, കിട്ടുമോ കിട്ടൂലേ എന്നുള്ളതല്ലേ പ്രശ്നം. കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം നമുക്ക്. ഏത് അല്ല, ചർച്ചയിൽ ഞങ്ങൾ നിവേദനമായിട്ട് കൊടുത്തിട്ടില്ല. അനുമതി ലഭിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? ആ പ്രതീക്ഷയുണ്ട്. അല്ല, അത് അങ്ങനെ ഒരു നിലപാടെടുത്തില്ലെങ്കിൽ അവരല്ലേ ബന്ധിതാക്കുന്നത്. ഞാൻ കണക്കാക്കുന്നത് അനുമതി ലഭിക്കുമെന്നാണ്. അനുമതി ലഭിക്കുമെന്ന് ഞാൻ കണക്കാക്കുകയാണ്. കേരളം സംസ്ഥാനം എന്ന നിലയിലും CM എന്ന നിലയിലും കേന്ദ്രത്തോട് പലപ്പോഴും പല ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങളിൽ അനുഭാവപൂർവമായ നിലപാട് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷെ പലപ്പോഴും ഇത്തരം സാഹചര്യത്തിൽ കേരളത്തിന്റെ അങ്ങനെ നിരസിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കിട്ടാതെ വരുമ്പോൾ ശക്തി പോരാ പ്രതിഷേധത്തിന് എന്നൊരു അഭിപ്രായം, വിമർശനം പ്രതിപക്ഷത്തു നിന്ന് തന്നെയുണ്ട്. എന്താണ് അങ്ങേക്ക് പ്രതികരിക്കുന്നത്? ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അതിനോടുള്ള പ്രതികരണം നമ്മൾ രേഖപ്പെടുത്തും. അതിന്റെ അർത്ഥം ഇനി ആവശ്യം അംഗീകരിക്കാത്തവരുമായിട്ട് ബന്ധപ്പെടില്ല എന്നുള്ളതല്ല. ഇത് കേന്ദ്രവും സംസ്ഥാനവുമാണല്ലോ. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടു പോകേണ്ടതാണ്. അതിന്റെ ഭാഗമായി കേന്ദ്രത്തെ വീണ്ടും നമുക്ക് സമീപിക്കേണ്ടതായിട്ട് വരും. വീണ്ടും സമീപിക്കും. ആ സമീപിക്കൽ എല്ലാ ഘട്ടത്തിലും നടക്കും. ഞാൻ പരസ്യമായിട്ട് ഇത് പറയാറുണ്ടല്ലോ, അതൊരു ആദ്യത്തെ കാര്യമല്ല.
കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി കാര്യത്തിൽ കോഴിക്കോട് എന്ന നിലപാടിൽ ഉറച്ചു പോവാണ് ഇപ്പോൾ CM പല ആവർത്തി പറയുന്നുണ്ട്. അപ്പോ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് ആലപ്പുഴ സ്ഥലം തന്നാലേ നടപ്പാക്കാൻ കഴിയുള്ളൂ എന്നാണ്. ആ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെ എങ്ങനെയാ കാണുന്നത്? അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നു. അല്ല, അതിലൊന്നും പ്രതികരിക്കാതിരിക്കാനാ നല്ലത്. ശരി. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി, നമ്മുടെ IGSTയുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഉറപ്പനപ്പുറത്ത് കിടന്നത് കൃത്യമായി ഒരു പ്രതികരണം ഇത്തവണ ഉണ്ടായോ? വളരെ പോസിറ്റീവാണോ? എനിക്ക് തോന്നുന്നത് കുറച്ച് പോസിറ്റീവായ ഒരു പ്രതികരണമാണെന്ന്. അത് ആ അഭിപ്രായം തന്നെയാണ് ധനമന്ത്രിക്കുള്ളത്. എയിംസുമായി ബന്ധപ്പെട്ട് ധനമന്ത്രാലയത്തിൽ നിന്നാണ് ഇനി നടപടി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു CM. അപ്പൊ ആ ഒരു സംഭവം നിർമ്മല സീതാരാമനായിട്ട് ചർച്ച ചെയ്ത ഇല്ല നിർമ്മല സീതാരാമനായിട്ട് ആ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. CM മാവോയിസ്റ്റ് ഫണ്ടിന്റെ കാര്യം സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ CPIMന്റെ ദേശീയ തലത്തിലുള്ള നിലപാട് ഡയലോഗിലൂടെ മാവോയിസ്റ്റ് പ്രശ്നം തീർക്കണം എന്നുള്ളതല്ലേ? അതേ ലൈൻ തന്നെയല്ലേ? ഡയലോഗ് നല്ലോണം നടത്താലോ, എന്താ പ്രശ്നം? വേറെ പ്രശ്നമൊന്നുമില്ല. ഫണ്ട് വേറെ, ഡയലോഗ് വേറെ, അത് പ്രശ്നമൊന്നുമില്ല. ഗുരുതരമായ മറ്റൊരു വിഷയം, ഗുരുതരമായ ക്രമക്കേട് ശബരിമലയിൽ നടന്നിട്ടുണ്ടെന്നിട്ടുള്ള ഇന്നിപ്പോ കോടതിയുടെ പരിഗണനയിൽ വന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 400-ലധികം ഗ്രാം സ്വർണ്ണത്തിൽ വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടെന്നടക്കമുള്ള റിപ്പോർട്ട് കോടതിയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും സർക്കാർ ഈ വിഷയത്തിൽ ചെയ്യുന്നത്? അല്ല, അതില് വേറെ പ്രശ്നങ്ങളില്ലാലോ. അവിടെ എന്താണോ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെന്ന് കാണുന്നത്, അതിന്റെ മേലെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഹൈക്കോടതി തന്നെ അവരുടെ മുന്നിൽ വന്ന പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഭാഗമായുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നിർബന്ധമായും ഈ പറയുന്ന ഏതെങ്കിലും കുറ്റവാളികളുണ്ടെങ്കിൽ അവരെല്ലാം ആ നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്നത് സംശയിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ അത്തരമൊരു നിലപാട് ഹൈക്കോടതി എടുത്തപ്പോൾ തന്നെ അതില് ഗവൺമെന്റ് ആവശ്യമായ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ മുന്നിൽ ഏതു തരത്തിലുള്ള അന്വേഷണം വന്നതിനെ പറ്റിയും ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും അവര് വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി മറ്റു പ്രശ്നങ്ങളില്ല. ഗവൺമെന്റും ഹൈക്കോടതിയും രണ്ടു ഭാഗത്തല്ല, ഒരേ കാഴ്ചപ്പാടേ ഉള്ളൂ. ഇതിൽ കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവര് നിയമത്തിന്റെ കരങ്ങളിൽ എത്തിപ്പെടണം. ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. ഇതാണ് ഗവൺമെന്റ് കാണുന്ന കാര്യം. ആ വഴിക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും. ബോർഡിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ബോർഡിന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഇതിനകത്ത് ഉദ്യോഗസ്ഥരുടെ നടപടികൾ വരുന്നുണ്ട്, പക്ഷെ ബോർഡിന് അത്യന്തികമായിട്ട് വീഴ്ച വന്നിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി ആർക്ക് വീഴ്ചയുണ്ട് ആർക്ക് വീഴ്ചയില്ല എന്നുള്ളത് ഇപ്പൊ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കേണ്ട കാര്യമല്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടക്കുകയാണ്. ആ പരിശോധനയുടെ ഭാഗമായി ആർക്കെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുക തന്നെ ചെയ്യും. ആ കണ്ടെത്തിയാൽ അതനുസരിച്ചുള്ള നടപടികളും സ്വീകരിക്കും. എന്നാൽ വന്നിടത്തോളം ബോർഡിനെ സംബന്ധിച്ച് ഒരു പരാമർശം വന്നിട്ടില്ല. 2017 മുതൽ ഈ ഗൂഢാലോചന ആരംഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 2019 ഈ ദ്വാരപാലക ശില്പങ്ങൾ അവിടുന്ന് കൊണ്ടുപോയി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് ഒരു വ്യവസായിക്ക് വിറ്റു വന്നതൊക്കെയാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇതൊന്നും അറിയാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇത്തരം കാര്യങ്ങള് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടികൾ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെയുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാ ശ്രദ്ധയിൽപ്പെടുന്നത്? അതൊരു വിചിത്രമായ കാര്യമാണല്ലോ. അത് നമ്മൾ നോക്കണല്ലോ. ഇപ്പൊ പറയുന്ന ഒരു ആളുണ്ടല്ലോ, ഒരു പോറ്റി. ആ പോറ്റി ഒരു ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണല്ലോ. ആ വെളിപ്പെടുത്തല് അവിടുത്തെ ചില കാര്യങ്ങൾ കാണാനില്ല എന്നുള്ളതായിരുന്നു. ആ വെളിപ്പെടുത്തലിന്റെ തുടർച്ചയായിട്ടാണ് ദേവസ്വം വിജിലൻസ് ആ കാര്യത്തിൽ അന്വേഷിക്കാൻ പുറപ്പെടുന്നത്. ആ അന്വേഷണം എത്തിച്ചേർന്നത് എവിടെയാ? അവിടെ ഉള്ള ഒരു പീഠം, പീഠത്തിന് എന്തോ ഒരു പ്രത്യേക പേരുണ്ട്. ആ പീഠം അവിടുന്ന് മാറ്റിയിരിക്കുന്നു. അത് ഈ പറയുന്ന പോറ്റിയുടെ ഒരു ബന്ധുഗൃഹത്തിലെത്തിയിരിക്കുന്നു. അപ്പോ ഏതോ ഒരു വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നൊരു കാര്യമായിരുന്നു അത്.
ആ ശബരിമലയും പരിസരങ്ങളിലും നല്ലതുപോലെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പോറ്റി എന്നത് ഇപ്പോൾ പലതരത്തിലും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു ഗൂഢാലോചനയിലൂടെ ആ ഘട്ടത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമം, ആഗോള സംഗമം, ആ ആഗോള സംഗമത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക, അതിനു വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ പോറ്റിയടക്കം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയും ആ പോറ്റിയുടെ ബന്ധുഗൃഹത്തിൽ നിന്ന് ഈ കാണാതായ പീഠം കണ്ടെത്തിയതോടെ ആ കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു. പക്ഷേ ആ ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ കുറിച്ച് അത്ര കണ്ട് പുറത്തു വരരുത് എന്ന് പലർക്കും നിർബന്ധമുള്ളതുകൊണ്ട് അതങ്ങനെ വന്നില്ല എന്നാണ് തോന്നുന്നത്. ഈ അന്വേഷണം കൃത്യമായി നടക്കട്ടെ. ആ അന്വേഷണം നടന്നാലുണ്ടാകുന്ന ഗുണം, ഇതിലാരൊക്കെ നേരിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്, ആരൊക്കെ പുറമേ നിന്ന് സഹായിച്ചിട്ടുണ്ട്, പുറമേ നിന്നുള്ള പങ്കാളിത്തം ആർക്കൊക്കെ ഉണ്ട്, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ അവരെല്ലാം നിയമത്തിന്റെ കരങ്ങളിൽ എത്തപ്പെടും. അതുവരെ കാക്കാം നമുക്ക്. സ്വർണ്ണപ്പാടി വിഷയത്തില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹൈക്കോടതിയുടെ ഇടപെടലിനെ അട്ടിമറിക്കാനാണ് കേന്ദ്ര ED ആക്കിയതെന്നും അത് കേരളത്തിലെ സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതേക്കുറിച്ച് എന്താ മനസ്സിലായില്ല? അതെ, സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടു, ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ED ഇറക്കി സിനിമാ നടന്മാരുടെയൊക്കെ വീടുകളിൽ റെയ്ഡെടുത്തി ശ്രദ്ധ മാറ്റുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. അല്ല, ഇതേ ബഹുമാന്യ വ്യക്തിയാണ് നേരത്തെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ പോരാ എന്ന് പറഞ്ഞത്. അതെന്തായിരുന്നു അങ്ങനെ പറയാൻ കാരണം? എന്ത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്? അന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ പവിത്രമായ ഏജൻസി CBI ആയിരുന്നു. CBI അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. CBI അന്വേഷണം എന്ന ആവശ്യം പിന്നെ മാറി ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്തോ കിഴക്ക് അവരുടെ ഇടയിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും. കാരണം അവരുടെ പല നേതാക്കന്മാരും ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളുടെ പരുവത്തിലാണല്ലോ. കേന്ദ്ര ഏജൻസിയുമായിട്ട് ഒത്തുകളിക്കുന്ന നിലയാണല്ലോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ സ്വീകരിക്കാറ്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ ആ പ്രസ്താവന വന്നത്. അപ്പോൾ അവരുടെ പാർട്ടിക്കകത്ത് ചിലപ്പോൾ അത് പ്രശ്നമായിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും മറിച്ച് ഒരു വാദഗതി ഇപ്പൊ ഉന്നയിച്ചിട്ടുണ്ടാകുക. ഞങ്ങള് EDയുടെ കാര്യം വരുമ്പോൾ EDയുടെ കാര്യം പറയും, ഈ കാര്യം വരുമ്പോൾ ഈ കാര്യം പറയും. ഇതില് കൃത്യമായ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണവുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. അതിന് മറ്റു പുകമറ സൃഷ്ടിക്കാതിരിക്കലാണ് ആവശ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഓരോ അവതാരങ്ങൾ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വരണമെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥയും സംവിധാനവും വേണ്ടതല്ലേ ഈ സർക്കാർ സംവിധാനങ്ങളിൽ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള പല പോറ്റിമാരും പല ആൾക്കാരും ഇത് ഈ ഇത്തരത്തിൽ നിങ്ങൾ പറഞ്ഞ അവതാരങ്ങള് ഈ പറഞ്ഞ അമ്പലങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ പലരായിട്ടുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. വളരെ കരുതലോടെ. ാണ് പക്ഷെ 8-ാം തീയതി ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ടല്ലോ. ഈ സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് 8-ാം തീയതി. പോറ്റി വെളിപ്പെടുത്തൽ നടത്തുന്നത് 17-ാം തീയതിയാണ്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു? പോറ്റിയുടെ വെളിപ്പെടുത്തൽ ഗൂഢാലോചനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് മറ്റു കാര്യങ്ങൾ ഹൈക്കോടതിയുടെ കാര്യമായിട്ട് നടക്കുമല്ലോ. രാഷ്ട്രീയ തലത്തിലുള്ള ഗൂഢാലോചന അങ്ങനെ ആരോപണം ചെയ്യുന്നുണ്ടോ? ഒരു ഗൂഢാലോചനയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അല്ല, രാഷ്ട്രീയ തലത്തിലല്ലാതെ വേറൊരു ഗൂഢാലോചന വരില്ലായിരുന്നു. ഈ അയ്യപ്പ സംഗമം എന്നത് നടന്നുകൂടാതെന്ന് നിർബന്ധമുണ്ടായിരുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വേണ്ടി മാത്രമല്ല ബദൽ സംഗമം നടത്താൻ പറ്റുമെന്നും ആലോചിച്ചിരുന്നു. അത്തരം ശക്തികൾക്കൊക്കെയുള്ള പങ്ക് എന്താണെന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ കാണേണ്ടത് അയ്യപ്പ സംഗമത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുമല്ലോ, അതല്ലേ കാണേണ്ടത്. നിങ്ങൾ അവിടെ എന്ത് നടന്നു എന്നുള്ളത് അത് പ്രത്യേകം പരിശോധിക്കട്ടെ. പക്ഷെ അയ്യപ്പ സംഗമം തകർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടായി. അതിന്റെ തുടർച്ചയായിട്ട് വന്ന കാര്യങ്ങൾ കാണണം.
1 മണിയാകാൻ പോവുകയാണ്. 1 മണിക്ക് ഞാൻ അവസാനിപ്പിക്കും. ഒറ്റ ചോദ്യത്തിന് ഇനി സമയം ഉണ്ടാവും. ഞാൻ പറയുന്നത് കേൾക്കുക. ഒറ്റ ചോദ്യത്തിന് ഇനി സമയം ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും കൂടി ചോദിച്ചാൽ അത് ശരിയാവില്ല. ഒരാൾക്ക് ചോദിക്കുക, അതോടുകൂടി അവസാനിക്കും. നിയമസഭയുടെ കാര്യത്തില് ഈ ഭിന്നശേഷി അധ്യാപകരുടെ കാര്യത്തിൽ നിയമനം സംബന്ധിച്ചൊരു തർക്കം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ കാര്യത്തിൽ, ഭിന്നശേഷി അധ്യാപകരുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ആ വിധിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അല്പം നിയമപ്രശ്നങ്ങൾ ഉള്ളതാണ്. എങ്ങനെ നടപ്പാക്കണം എന്നുള്ളത് സംബന്ധിച്ച് നിയമോപദേശം വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിന് കുറച്ച് പ്രയാസങ്ങൾ അത് കാരണം വന്നുയർന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ഒരു പരിശോധന നിയമ വിദഗ്ധരെ അടക്കം, അഡ്വക്കേറ്റ് ജനറലെ അടക്കം ഇരുത്തിക്കൊണ്ട് നടത്താൻ പോവുകയാണ്. അതിന്റെ അകത്ത് തീരുമാനങ്ങളും ഉണ്ടാകും. എട്ടുമുക്കാലത്ത് പറയുന്നത് ഒരു നാടൻ പ്രയോഗമാണ്. ഈ 8:45 അട്ടി വെച്ച അത്രയും പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊരു കാറ്റ് വന്നാൽ തന്നെ വീണുപോകും. മനസ്സിലാക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇരിക്കുമ്പോൾ കാണുകയാണ് ഈ ഭാഗത്ത് അവിടെയുള്ള വാച്ച്മാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ പോയി ഒരു വനിതാ വാച്ച്മാനെ തള്ളുകയാണ്, ബലമായിട്ട് തള്ളുകയാണ്. മറ്റൊന്ന് കാണുന്നത് ഈ വാച്ച്മാനെ ഇങ്ങനെ അമർന്നിരുന്നു കൊണ്ട് പിടിച്ചു വലിക്കുകയാണ് ഇങ്ങോട്ട്. ആ ചെയ്യുന്നത് നല്ല ആരോഗ്യമുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് ഒരാള് ആരോഗ്യം തീരെ ഇല്ലാത്ത ഒരാളാണ്. അയാളാണ് ഈ പറഞ്ഞ ഒരു ഊതൽ ഊതിയാൽ വീണ് പോകുന്ന ആളാണ്. ഈ പറയുന്നവരെല്ലാം നല്ല ആരോഗ്യമുള്ളവരാണല്ലോ. പക്ഷെ അവര് നിശബ്ദ ജീവികളല്ലേ അവിടെ? അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെ പോയിട്ട് ഉപദ്രവിക്കുകയാണ്, ആക്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ എന്തുകൊണ്ട് ആക്രമിച്ചത്? അതാണ് ഞാൻ പറഞ്ഞ പ്രശ്നം നിയമസഭയിൽ. ആ ആക്രമിക്കാൻ കഴിഞ്ഞത് നിയമസഭയുടെ പരിരക്ഷ നിയമസഭാംഗം എന്ന നിലയിലുണ്ട്. അപ്പൊ വേണ്ടത്ര ആരോഗ്യമില്ലാത്ത ഒരാളടക്കം ആക്രമിക്കാൻ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നു. നിങ്ങൾ അതിന്റെ ഇടക്ക് പറഞ്ഞാൽ ശരിയാവും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞത് ഇതാണ്. പക്ഷെ ഇന്നലെ ഞാനത് പിന്നെ നമ്മുടെ ഏതോ ഒരു മന്ത്രിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ചിലർ ഇതേപോലെ ആണെന്ന് വിളിച്ച് ചോദിക്കുന്നു കേട്ടു. അല്ല, നിങ്ങൾ നജീബ് കാന്തപുരത്തെയാണോ പറഞ്ഞത്? നജീബ് കാന്തപുരം നല്ല ആരോഗ്യമുള്ള ആളല്ലേ? അയാൾ വേറെ പറഞ്ഞതല്ല, നല്ല ആരോഗ്യമുള്ള ആളല്ലേ? ആരോഗ്യമില്ലാത്ത ഒരാളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് കാണേണ്ടത്. High Court response direction, sir.